എൻ്റെ മോനെ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ വിശന്ന് പണ്ടാരടങ്ങി പോയിനേനും കേട്ടാ. കണ്ണൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ പോയിനേനും ആടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വിശപ്പ്. അപ്പാടനെ ആടുന്ന ഒരു പനീർ പപ്സും വാങ്ങിച്ച് പിന്നെ ഒരു ക്രുസോണ്ടും വാങ്ങിച്ച് കഴിച്ചേ. എന്നിട്ട് നേരെ വീട്ടിലോട്ട് വിട്ട് വീട്ടിൽ പോകുന്ന വഴിക്ക് ഞാൻ വെറുതെ ഒന്ന് വീട്ടിൽ വിളിച്ച് ചോദിച്ചതാട്ടാ, ആടെ ചോറില്ലേ കഴിക്കാമെന്ന്. അന്നേരം വീട്ടിൽ നിന്ന് പറഞ്ഞ്, നീ അപ്പം പുറത്തുനിന്ന് കഴിച്ചിട്ടല്ലേ വരുത്തി, ഇന്ന് വീട്ടിലാരുമില്ല, വേണ്ടിക്ക് പുറത്തുനിന്നാറ്റം കഴിച്ചോന്ന്. പിന്നെ എന്തെന്ന് ചെയ്യാൻ, അനക്കാണെങ്കിൽ വിശന്നിട്ട് തലയും പേനെടുക്കുന്ന അപ്പാടനെ ചക്കരക്കല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയ ആടെ അങ്ങ് ചോറില്ല കഴിക്കാൻ. ആടെ ബിരിയാണി മാത്രമേ ഉള്ളൂ. വേറൊരു സ്പോട്ടിൽ പോയവരോ ആടെ ബിരിയാണിയും വെറും പൊറോട്ട മാത്രമേ ഉള്ളൂ. അങ്ങനെ വേറെ ഒരു സ്പോട്ടിൽ പോയവരോ ആടെ ഭയങ്കര തിരക്ക്. പക്ഷേ മനസ്സിങ്ങനെ എന്നോട് പറയുന്നുണ്ട് ചോറും മീൻകറിയും സാമ്പാറും കഴിക്കാൻ. അങ്ങനെ ഞാൻ ഈ സ്പോട്ടിലോട്ട് അങ്ങോട്ട് കയറിയേ. ചോറ് ഞാൻ വളരെ കുറച്ചിട്ടാൽ മതിയെന്ന് പറഞ്ഞേ. പക്ഷേ ഇതുപോലത്തെ റെസ്റ്റോറൻറ്റ്സിലല്ലോ ചോറ് കുറച്ചിട്ടാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തായാലും ഒരു മിനിമം അളവുണ്ടാവും കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ സാമ്പാറുണ്ട്, മീൻകറിയുണ്ട്, ഇഞ്ചിക്കറിയുണ്ട്, പപ്പടമുണ്ട്, ബീട്രൂട്ട് ഈത്തപ്പഴം അച്ചാറുണ്ട്, അവിയൽ പോലത്തെ ഒരു സൈഡ് കറിയുണ്ട്, പിന്നെ മറ്റേ ഇതില്ലേ വെണ്ടയ്ക്കേൻ്റെ വറവുണ്ട്. അങ്ങനെ ആ വെള്ള കുറുവിയരീൻ്റെ ചോറും ഇഞ്ചിക്കറിയും മീൻകറിയും സാമ്പാറും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഞാൻ പതുക്കെ ഇതാ ഇങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയേ. പിന്നെ പപ്പടവും പൊടിച്ച് ചേർത്ത് പിന്നെ ലേശ ബീട്രൂട്ട് അച്ചാറും എല്ലാം കൂടി ഇങ്ങനെ തൊട്ട് കൂട്ടിയിട്ടല്ലോ ഇതിങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ. ഞാനിവിടുന്ന് മീനോ അല്ലെങ്കിൽ ചിക്കനോ ഒന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മൾ പ്രതീക്ഷയായിട്ടും ചോദിച്ചില്ല എന്നാൽ ചിക്കനൊന്നും വേണ്ടേ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. കാരണം എനിക്ക് വൈകുന്നേരമോ കുറച്ച് കനത്തിലടിക്കാനുണ്ട്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ ചക്കരക്കൽ അഞ്ചരക്കണ്ടി റോട്ടിലെ ചോയ്സ് ഹോട്ടലാണ്. പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയേ. ഞാൻ രാവിലെ എണീച്ച് നിന്നുവേ. അപ്പം കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. എന്നിട്ട് വൈകുന്നേരം എണീച്ചിട്ട് ഒരു ഗ്ലാസ് ചായ ഞാൻ തന്നെ അങ്ങോട്ട് ആക്കി കുടിച്ച് കുളിച്ച് ഫ്രഷായിട്ട് നേരെ ഇതാ ഈ സ്പോട്ടിലോട്ട് അങ്ങോട്ട് പോയി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:15 7:20 ആയിട്ടുണ്ടാവേ. ഏകദേശം ആ ഒരു സമയമെല്ലാം വീട് എത്തി. എന്നിട്ട് മെനുവെല്ലാം നോക്കി പിന്നെ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് കൗണ്ടറിൽ ചോദിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഇവിടുത്തെ ആദ്യത്തെ ഐറ്റം ഓർഡർ ചെയ്തേ. അതാണ് ഈ ഗ്രീൻ പെപ്പർ ചിക്കൻ അൽഫാം. 110 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ക്വാർട്ടറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ചെസ്റ്റ് പീസ് വേണോ ലെഗ് പീസ് വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞേ ചെസ്റ്റ് പീസ് മതിയെന്ന്. എന്നിട്ട് പതുക്കെ ഈ ഗ്രീൻ പെപ്പർ ചിക്കൻ അൽഫാമിൻ്റെ ഒരു സൈഡിൽ നിന്ന് ചെറിയൊരു കഷ്ണം ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് കീറിയെടുത്തേ. അത്യാവശ്യം കുറച്ച് ചൂടുണ്ട്, അതുകൊണ്ട് കൈയെല്ലാം പൊള്ളുന്നുണ്ട്. പിന്നെ ഞാൻ അതൊന്നും അങ്ങനെ കാര്യമായിട്ട് മൈൻഡാക്കാണ്ട് എല്ലാം സഹിച്ചിട്ടും ക്ഷമിച്ചിട്ടും ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് മാത്രം അങ്ങോട്ട് കഴിച്ച് നോക്കി. അതിനുശേഷം അത് ലേശം മയോണീസിലും പിന്നെ ഈ ഗ്രീൻ ചട്നി അല്ലെങ്കിൽ ആ മിൻ ചട്നിയിൽ മുക്കിയിട്ടും കഴിച്ച് നോക്കിനെ. ആ പച്ച കുരുമുളകിൻ്റെ ഫ്ലേവറല്ലേ അത് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെയും പിന്നെ ഇപ്പുറത്തറ്റത്തുനിന്ന് ഇപ്പുറത്തറ്റം വരെയല്ലോ നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതങ്ങനെ ഓവർ പവറിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നതാണ് ഈ ചിക്കൻ അൽഫാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ കയ്യിലുള്ള ഈ കാലാണ് ഇവിടുത്തെ നോർമൽ ചിക്കൻ അൽഫാമേ. അപ്പോൾ ആ ഗ്രീൻ പെപ്പർ ചിക്കൻ അൽഫാമിന് ശേഷം ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തത് ഈ ഐറ്റമായിരുന്നു. ഇത് ലെഗ് പീസ് വേണോ ചെസ്റ്റ് പീസ് വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് ലെഗ് പീസ് മതി എന്ന് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ അൽഫാമിൽ ചെറിയൊരു കഷ്ണം ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ചിക്കൻ അൽഫാമിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്നറിയാതെ സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ അല്ലെങ്കിൽ മിക്ക റെസ്റ്റോറൻറ്റ്സിലും അൽഫാം ഹാഫ് കുക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് സാധനം റെഡിയാവും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് സാധനം റെഡിയാവും കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെ പകുതി മസാല തേച്ച് പിടിപ്പിച്ചിട്ട്, അതായത് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് പകുതി കുക്ക് ചെയ്ത് വെക്കുന്ന പരിപാടിയില്ല. നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്താണ് ചിക്കൻ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് എന്തായാലും എടുക്കുവേ. അപ്പോൾ ആ നോർമൽ ചിക്കൻ അൽഫാമിൻ്റെ കാല് അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം പതുക്കെ ഞാൻ ഇവിടുത്തെ നെക്സ്റ്റ് അൽഫാമിലോട്ടേക്ക് അങ്ങോട്ട് കടന്നു കേട്ടോ. ഇതാണ് ഇവിടെ കിട്ടുന്ന ഏറ്റവും എരിവുള്ള ചിക്കൻ അൽഫാം. ചിലപ്പോൾ ഇത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും എരിവുള്ള അൽഫാം ആയിരിക്കും. അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞാൽ തന്നെ സാധനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതന്നെയാണ് നല്ല കാന്താരി ചിക്കൻ അൽഫാമായത്. ഈ ഒരു ചിക്കൻ അൽഫാമിന് ഭയങ്കര ഫാൻസൊക്കെ ഉണ്ട് പോലും കേട്ടോ ഇവിടെ. പിന്നെ ഇത് കഴിക്കാനായിട്ട് വരുന്ന ആളുകളും ഒരുപാടുണ്ട് എന്നാണ് പറഞ്ഞേ. അപ്പോൾ പിന്നെ നല്ല പ്രതീക്ഷയോടെയാണ് സത്യം പറഞ്ഞാൽ ഞാനിത് ഓർഡർ ചെയ്തതേ. അങ്ങനെയെല്ലാം പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ, കഴിച്ച് കഴിഞ്ഞേരോ എൻ്റെ ആ കംപ്ലീറ്റ് പ്രതീക്ഷയും തകർന്നു പോയിന്ന് അല്ലേ. ഇനിയിപ്പം നാളെ ബാക്കിൽ നിന്നാണോ ഇനിയല്ല ഏടുന്നാന്ന് തകരാൻ പോകുന്നൊന്നും അറിയില്ല. ഈ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ പറയുകയാണെങ്കിൽ ആ കാന്താരി അൽഫാമിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ കലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മസാലേൻ്റെ കൂടെ ആ കാന്താരീൻ്റെ ഫ്ലേവർ ശരിക്കും നല്ലപോലെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കാന്താരി മാത്രമായിരുന്നില്ല, അതിൻ്റെ അകത്ത് ഉണ്ടമുളകും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം നല്ല സ്പൈസി ആയിരുന്നു. 120 രൂപയാണ് ഒരു ക്വാർട്ടർ കാന്താരി അൽഫാമിൻ്റെ റേറ്റ്. അതിനുശേഷം ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഈ പെരി പെരി അൽഫാമാണ്. ഇതും ചെസ്റ്റ് പീസാണ് വാങ്ങിച്ചത്. ചെസ്റ്റ് പീസിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് അധികം പ്രോട്ടീനെല്ലാം ഉണ്ടാകും പോലും. പിന്നെ ആ പൈസ കൊടുത്ത് നിന്നല്ലേ, വെറുതെ കുറച്ച് പ്രോട്ടീൻ കിട്ടിയാൽ നല്ലതല്ലേ. പിന്നെ ലെഗ് പീസ് ആകുമ്പോൾ അത് ഏകദേശം ഒരു റെഡ് മീറ്റിൻ്റെ കാറ്റഗറിയാണ് വരിക എന്നൊക്കെയാണ് യൂട്യൂബിലും പിന്നെ അങ്ങനത്തെ അതിൻ്റെ അകത്തെല്ലാം കണ്ടത്. അതിൻ്റെ എന്താ പറയുക ആധികാരികതയെക്കുറിച്ച് എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിച്ചേ.
കാന്താരി അൽഫാമും പിന്നെ നമ്മളെ പെരി പെരി അൽഫാമെല്ലാം കഴിച്ചിട്ട് അത്യാവശ്യം നല്ലോണം എരിഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ വന്ന് ഒരു കോൾസ്ലോ അങ്ങോട്ട് കോരി എടുത്ത് കഴിച്ച് അതിന് ശേഷം ഒരു ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസും പറഞ്ഞേ. ഇത് മധുരം ഇടാത്തതാണ് കേട്ടോ. പിന്നെ കോൾസ്ലോ മൊത്തമായിട്ടൊന്നും കഴിച്ചില്ലേ. അതിൻ്റെ അകത്തും കുറച്ച് മയോണൈസെല്ലാം ഉണ്ടല്ലോ. വെറുതെ എന്തിനാന്ന് ആവശ്യമില്ലാണ്ട് മയോണൈസെല്ലാം അടിച്ച് കയറ്റുന്നു. അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ഫാറ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതും കുറച്ച് അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷമോ ഈ ഓഫ് മാക്സ് എന്ന് പറഞ്ഞ ഫ്രൈഡ് ചിക്കനിലോട്ടേക്ക് അങ്ങോട്ട് കടന്നത്. ഇതിൻ്റെ കൂടെയാണ് സത്യം പറഞ്ഞാൽ ആ കോൾസ്ലോയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ 14 പീസ് ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, പിന്നെ 6 ബന്നുണ്ട്, 750 ml ഒരു കോക്ക് ഉണ്ട്, പിന്നെ മയോണൈസും കെച്ചപ്പും ഉണ്ട്. പിന്നെ 340 റുപ്യക്ക് കോംബോ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൈഡ് ചിക്കൻ്റെ പാക്കേജ് ഉണ്ട്. അതിൽ 8 പീസ് ഫ്രൈഡ് ചിക്കൻ വരും, പിന്നെ 3 ബന്ന് വരും, മയോണൈസ് വരും, കെച്ചപ്പും വരുവേ. ഇനി ഈ 8 പീസ് എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, മറ്റേ വലിയ ഫ്രൈഡ് ചിക്കൻ്റെ പീസല്ലേ, ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനാണ് ഇവിടെ വരുന്നത്. പിന്നെ സ്റ്റുഡൻസിനായിട്ടൊരു സ്പെഷ്യൽ കോംബോ ഉണ്ട്. അതിൻ്റെ പേര് സ്റ്റുഡൻസ് കോംബോ എന്നാണ്. അതിൽ 2 പീസ് ഫ്രൈഡ് ചിക്കൻ വരും, ഒരു ചെറിയ ബന്ന് വരും, കെച്ചപ്പ് വരും, മയോണീസ് വരും, പിന്നെ ഒരു തണുത്ത ലൈം ജ്യൂസും വരും. ഇതും മീഡിയം സൈസ്ഡ് ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് മയോണൈസിലും കെച്ചപ്പിലെല്ലാം മാറി മാറി മുക്കിയിട്ടും പിന്നെ ഒരുമിച്ച് മുക്കിയിട്ടൊക്കെ ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വലിയ പീസ് ഫ്രൈഡ് ചിക്കനേക്കാളും എനിക്കും കുറച്ചും കൂടെ താല്പര്യം മീഡിയം സൈസ്ഡ് ഫ്രൈഡ് ചിക്കൻ ആണ് കേട്ടോ. പിന്നെ ആ ബന്ന് ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി മീഡിയം സൈസ്ഡ് ഫ്രൈഡ് ചിക്കൻ ആണ് എനിക്കും കുറച്ചും കൂടെ താല്പര്യം എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാം നിങ്ങൾക്ക്? എന്താ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ മിക്ക സ്പോട്സിൽ നിന്നും ഫ്രൈഡ് ചിക്കൻ കഴിക്കുമ്പോൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളുണ്ടല്ലോ, ചിക്കൻ്റെ ഉള്ളിൽ, അതായത് വലിയ പീസ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഫ്രൈ ആവാറില്ല, വെറുതെ വെള്ളം കയറിയ പോലെ ഉണ്ടാവലുണ്ട്. പക്ഷേ ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ഒരു മീഡിയം സൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് പെർഫെക്റ്റ്ലി ഫ്രൈഡ് ആയിട്ട് വന്നിനെ. പിന്നെ ബ്രെഡിങ്ങും ഏറെക്കുറെ എൻ്റെ ടേസ്റ്റിന് സെറ്റ് ചെയ്യുന്നു. ഈ ഫുൾ ചിക്കൻ ഷവായ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ടേപ്പാ, ഇത് എൻ്റെ ഒന്നുമല്ല. ഇത് എൻ്റെ തൊട്ടപ്പുറത്തെ ടേബിളിൽ ഉണ്ടായിരുന്ന ഫാമിലി ഓർഡർ ചെയ്തതാണ്. ഞാനും ഓർഡർ ചെയ്തതിനു അപ്പോഴത്തേക്കും തീർന്നു പോയിനി. നല്ല മസാല ഷവായേനും കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സ്ഥിതിക്ക് എനിക്ക് ഇതിൻ്റെ ഓണർ ചെറിയൊരു പീസ് അവരെ ആ ഗ്രില്ലിംഗ് മെഷീനിലുണ്ടായിരുന്നു, അതൊന്ന് ടേസ്റ്റ് നോക്കാൻ കൊണ്ടു തന്നതിന് അടിപൊളിയാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഒരിക്കലും കൂടെ അവിടെ പോകും. അപ്പോൾ ആ ചിക്കൻ ഷവായ പോയ വിഷമത്തിൽ ഞാനൊരു പ്ലേറ്റ് ഷവർമ അങ്ങോട്ട് ഓർഡർ ചെയ്തേ. ഈ ഷവർമ ഉണ്ട ഇത് ഞാൻ ഒരു പ്രതീക്ഷയില്ലാണ്ട് ഓർഡർ ചെയ്തതേനുവേ. ഇനി അതുകൊണ്ടാണ് മറ്റോ ആണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ചിക്കൻ്റെ ഉപ്പെല്ലാം കറക്റ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ചെയ്താളിയാന്ന് വിചാരിച്ചിട്ട് എന്തെല്ലോ മസാലയൊന്നും തേച്ച് പിടിപ്പിച്ചിട്ടും കളറാക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. വളരെ സിമ്പിൾ ആൻഡ് ബേസിക് ആയിരുന്നേ. അപ്പോൾ ഷവർമ അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം ഞാൻ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫലൂദ അങ്ങോട്ട് ഓർഡർ ചെയ്ത്. 100 രൂപയാണ് ഈ ഫലൂദേൻ്റെ റേറ്റ്. ഫലൂദ ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം കഴിക്കലുണ്ടെങ്കിലും ഇന്ന് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ഫലൂദ കഴിക്കുന്നത്. ഇതുപോലെ ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ കുറേ ആയി കേട്ടോ ഇങ്ങനെ. 3 ഐസ്ക്രീം ഫ്ലേവേഴ്സാണ് ഈ ഫലൂദയിൽ വരുന്നത്. അപ്പോൾ ആ 3 ഐസ്ക്രീം ഫ്ലേവേഴ്സും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ആ ഗ്ലാസ്സിൽ നിന്ന് തന്നെ നല്ലപോലെ അങ്ങോട്ട് കുത്തി ഇളക്കിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് ഒരു പ്ലേറ്റിലോട്ടേക്ക് അങ്ങോട്ട് കമഴ്ത്തി കേട്ടാ. നേരാന്ന് മനസ്സിലായത് കുറച്ചും കൂടി മിക്സ് ആക്കാനുണ്ടെന്ന്. അങ്ങനെ വീണ്ടും മിക്സ് ആക്കിയ ശേഷം ഞാനിതിങ്ങനെ കോരി എടുത്തിട്ട് അങ്ങോട്ട് കുടിച്ചേ. ഇങ്ങനെ ഫലൂദ കുടിക്കാനുണ്ടല്ലോ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നിങ്ങൾ ഇതേവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാനൊരു ഷെയ്ക്കും കൂടെ പറഞ്ഞ്, ഇത് ഷമാം ഷെയ്ക്കാണ്. ഇതിന് 60 രൂപയാണ് റേറ്റ്. പിന്നെ മറ്റേ ജ്യൂസിന് 50 രൂപ കേട്ടോ. ഇനി സ്പോട്ട് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. ഏകദേശം പാനൂറിൻ്റെ അടുത്താണ് ഈ സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പാനൂറിൽ നിന്ന് പൊയിലൂർ റോഡ് കയറിയിട്ട് പൊയിലൂറിൽ നിന്ന് കല്ലിക്കണ്ടി റോഡ് കയറിയ പാട് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും OFC എന്ന് പറഞ്ഞ ഈ കടയെ. ഒറിജിനൽ ഫ്രൈഡ് ചിക്കൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഹോം ഡെലിവറിയിലുണ്ട്. നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കാം. അപ്പോൾ ഇവിടുന്ന് കഴിച്ച എല്ലാ ഐറ്റംസും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തിട്ട് കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ശരി.